ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ജേക്കുവിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും എണീറ്റിട്ടുണ്ട്. അപ്പോൾ എണീറ്റ പാടെ ജേക്കുവിൻ്റെ കൊഞ്ചലൊക്കെയാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ജേക്കുവിനോട് പറഞ്ഞു, നമ്മൾ സൈഡിലൊരു ബെഡ് ലാമ്പ് വെച്ചിട്ടാണ് കിടക്കാറ് രാത്രി. ജേക്കുവിന് ചെറിയൊരു പേടിയുള്ളതുകൊണ്ട് അപ്പോൾ അത് ഓഫ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ജേക്കു അത് ഓഫ് ചെയ്യാൻ വേണ്ടി കയറി. എന്നിട്ട് ആദ്യമേ ഫാൻ ഓഫാക്കി. അത് കഴിഞ്ഞിട്ട് ലൈറ്റും കൂടി അങ്ങോട്ട് ഓഫാക്കി. അത് സ്വിച്ച് കളിക്കുന്നത് ജേക്കു ബേബിക്കൊരു ഹരമാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങിക്കോളാൻ ഞാൻ പറഞ്ഞു. അങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. ഇരിക്കാനൊക്കെ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ചാടി ഇറങ്ങാൻ നേരത്തെ ആൾക്കൊരു കൈ വേണം. അങ്ങനെ ഞാൻ പിടിച്ചിറങ്ങി. ഇനി നേരെ നമ്മൾ അമ്മയുടെ അടുത്തേക്ക് പോവാണ്. ജേക്കുവിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ എണീറ്റ് കഴിയുമ്പോൾ തന്നെ അമ്മേനെ കാണണം. അമ്മ അമ്മ എന്ന് വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തത്തമ്മേനെ കണ്ടപ്പോൾ തത്തമ്മയുടെ പേപ്പറൊക്കെ കളഞ്ഞു. പിന്നെ അമ്മയുടെ അടുത്തേക്ക് ചാടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം അമ്മ ഓൾറെഡി അവിടെ നിന്ന് നിൽപ്പുണ്ട്. പിന്നെ അമ്മയുടെ അടുത്തേക്ക് ആക്കി. അത് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങണ ഇടയിൽ പുള്ളിക്കാരന് നമ്മുടെ സ്റ്റെപ്പയിൽ ഇരിക്കണം. ഒറ്റയ്ക്കിരുന്നാൽ പോരാ, അമ്മയും കൂടി ഇരിക്കണം. എന്നിട്ട് അമ്മയും ഇരുന്നു. അത് കഴിഞ്ഞ് താഴെ എത്തിയപ്പോഴേക്കും അപ്പയുടെ കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പയും കൊച്ചുമോനും കൂടി കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുവാണ്. പുറത്തേക്ക് ഇറങ്ങി രാവിലത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി. അതിൻ്റെ ഇടയിൽ മേമ വിളിക്കുന്നുണ്ട് ജേക്കു ബേബീനെ, കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണീന്ന്. അത് കഴിഞ്ഞ് വെള്ളം കുടിക്കുന്നു ജേക്കു ബേബി. ഇത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ അഭിനയിച്ച് തരും നമുക്ക്. അതാണ് ഇപ്പം ജേക്കു ബേബിയുടെ ഒരു ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വെള്ളം കുടിക്കലൊക്കെ ഒരു ആക്ഷനായി. പിന്നെ ജേക്കു ബേബി ബ്രഷ് ചെയ്തു. തന്നെയൊക്കെ ബ്രഷ് ചെയ്തോളും, പക്ഷെ ആൾക്ക് തുപ്പാൻ അറിയാൻ പാടില്ല. ജേക്കുവിൻ്റെ കുഞ്ഞ് പാട്ടൊക്കെ കേട്ടില്ലേ? അത് കഴിഞ്ഞത് ജേക്കു ബേബിക്ക് തിന്നാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ദോശയും സാമ്പാറായിരുന്നു ഇന്ന് ജേക്കു ബേബിക്ക്. അപ്പോൾ ആദ്യം ജേക്കു ബേബി തന്നെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ഇട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടറ്റോ ഒക്കെ മാത്രം എടുത്തിട്ട് ആ ദോശയുടെ മേളിൽ കൊണ്ട് വെച്ചിട്ട് കളിക്കുന്ന പോലെ ഇരുന്ന് കാണിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, എന്നാൽ വേണ്ട, ഞാൻ വെച്ച് തരാം. തന്നെ കഴിക്കാനൊക്കെ ഇഷ്ടമൊക്കെയാണ്. ചോറൊക്കെ ആണെങ്കിൽ നല്ലപോലെ എടുത്ത് കഴിച്ചോളും. അങ്ങനെ ജേക്കു ബേബി കളിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ജേക്കു ബേബിക്ക് ഞാൻ വാരി കൊടുക്കാൻ വെച്ചു. ആദ്യമൊക്കെ കൊടുക്കുമ്പോൾ ഓടിക്കളയും. പിന്നീട് നമ്മൾ പിടിച്ച് നിർത്തി കൊടുത്തു കഴിയുമ്പോൾ ആളങ്ങോട്ട് കഴിച്ചോളും. പിന്നെ ദോശ സാമ്പാറൊക്കെ ആളുടെ ഫേവറേറ്റാണ്. ആൾക്ക് ഇഷ്ടമാണ് സാമ്പാർ. ഇങ്ങനെ പൊതുവേ എരിവുള്ള ഭക്ഷണമാണ് ജേക്കുവിന് ഇഷ്ടം. നമ്മൾ ഈ കുഞ്ഞു പിള്ളേർക്ക് എരിവില്ലാത്ത ഭക്ഷണം കൊടുക്കണം. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ജേക്കു ബേബിക്ക് പൊതുവേ അധികം എരിവില്ലാത്ത മീൻസ് നമ്മുടെ നോർമലായിട്ടുള്ള കറികളൊക്കെ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ജേക്കുവിൻ്റെ കറി കൂട്ടി എന്തെങ്കിലും കഴിക്കണതാണ് ഇഷ്ടം. ഈ പഞ്ചസാര അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂട്ടി കൊടുക്കുന്നത് ജേക്കുവിന് പൊതുവേ ഇഷ്ടമില്ല. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചത് നേരെ മേളിൽ കയറി. ഇത് ജേക്കുവിൻ്റെ പുതിയ കാറാണ്. അതിൽ കയറി കുറച്ച് നേരെ ഇങ്ങനെ റൗണ്ട് അടിച്ച് കളിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. കാറൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കാനും പിന്നെ കാറ് റിപ്പയർ ചെയ്യാനും തിരിച്ചിട്ടിട്ട് അതിൻ്റെ പണിയൊക്കെ നോക്കലാണ് ജേക്കുയുടെ മെയിൻ പണി. ഇങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ജേക്കു ബേബി TV കാണാൻ. ആൾക്ക് ചെറിയൊരു ഉറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചോട്ടാ ഭീം കണ്ടുകൊണ്ടിരിക്കുകയാണ് ജേക്കു. അങ്ങനെ ജേക്കു ബേബി കുറച്ച് പാപ്പ കുടിച്ച് ഉറങ്ങാൻ പോവാണ്. അങ്ങനെ ജേക്കുവിന് ഞാൻ തൊട്ടി കിടത്തി ഉറക്കി. തൊട്ടി കിടന്ന് ഉറങ്ങാനാണ് ആൾക്ക് ഇഷ്ടം. ഉറക്കം വരുമ്പോൾ തന്നെ വന്ന് പറയും നമ്മുടെ അടുത്ത്, തൊട്ടി വാവോ വെക്കണം എന്ന്. അങ്ങനെ അത് ഉറങ്ങിക്കഴിഞ്ഞു. പതുക്കെ ആൾ എണീറ്റിട്ടുണ്ട്. കണ്ടോ? കുറച്ച് നേരം ഉറങ്ങുള്ളൂ കേട്ടോ രാവിലെ. ഉച്ചയ്ക്കാണ് കൂടുതൽ നേരം ഉറങ്ങാറ്. അങ്ങനെ ഉറങ്ങി എണീറ്റപ്പോൾ അപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചാടി കയറി. ഞാൻ വിചാരിച്ചൊന്ന് മേലൊന്ന് കഴുകിക്കാം എന്നൊക്കെ വിചാരിച്ചത് എണ്ണയൊക്കെ തേച്ച് കൊടുത്തു. അപ്പോൾ ആൾ എണ്ണയൊക്കെ തേക്കുവാണ്. ആൾ ബീൻ ബാഗൊക്കെ എടുത്ത് പുറത്തിരുന്ന് അമ്മയെ കുളിച്ചു അമ്മ എന്നൊക്കെ പറഞ്ഞ്
ഭയങ്കര നല്ലൊരു ക്ലൈമറ്റായിരുന്നു കേട്ടോ. മഴയില്ല വെയിലുമില്ല, അങ്ങനെ നല്ലൊരു ക്ലൈമറ്റായിരുന്നു. അതൊക്കെ കഴിഞ്ഞത് ജേക്കു ബേബിയായിട്ട് കുറേ കഥകളൊക്കെ പറഞ്ഞ് ഞാനും അമ്മയും ജേക്കു ബേബിയും കൂടി കുറേ നേരം ഇരുന്നു. പിന്നെയും ആളുടെ കാർ എടുത്തിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാർ ഓടിച്ചുകൊണ്ട് നടക്കാനായിട്ട്. നമ്മുടെ കാറൊക്കെ വെച്ചിട്ട് നമ്മളെ വന്ന് ഇടിക്കും കുറേ നേരം, എന്നിട്ട് സോറി അമ്മൂ ആൾ വന്ന് ഇടിക്കും, എന്നിട്ട് പിന്നെ നമ്മുടെ അടുത്ത് തന്നെ സോറി പറയും. അങ്ങനെ ഇരുന്ന് നമ്മൾ പിന്നെ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പണിയിലേക്ക് ഞാൻ കടന്നു. കുറേ നേരം ആൾ കളിച്ചു. പിന്നെ പുറത്ത് അമ്മച്ചി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി അമ്മച്ചി എന്ന് വിളിച്ചിട്ട് അമ്മച്ചി എന്നോട് സംസാരിച്ചുകൊണ്ട് കുറച്ച് നേരം ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നേരെ അമ്മയും ജേക്കും കൂടി വന്നിട്ട് കപ്പലണ്ടി വറുക്കി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കപ്പലണ്ടിയും ജേക്കുവിന് മറ്റേ ABCD ബിസ്ക്കറ്റില്ലേ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ നേരെ ജേക്കുവിന് ചോറെടുത്തു. ഇന്ന് നമുക്ക് ചോറിന് തൈരും നമ്മുടെ വഴുതനങ്ങയും കാടമുട്ടയൊക്കെ. ജേക്കുവിന് കാടമുട്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചോറൊക്കെ കഴിച്ചു. ജേക്കു ഉറങ്ങാൻ പോവാണ്. അങ്ങനെ നമ്മൾ ജേക്കു ബേബിനെ കുറച്ച് നേരം കളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ജേക്കു ബേബിനെ കിടത്തി ഉറക്കി. ഇനിയൊരു 2 മണിക്കൂർ ആൾ ഉറങ്ങിക്കോളും. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഞാനും ജേക്കു ബേബിയും കൂടി കളിക്കുന്നതാണ് ഈ നിങ്ങൾ കാണുന്നത്. ഉറക്കത്തിൽ നിന്ന് എണീറ്റ പാടെ ജേക്കുവിന് നല്ല എനർജി ആയിരിക്കും. അങ്ങനെ എണീറ്റ് കഴിഞ്ഞ് പിന്നെയും അമ്മേനെ തപ്പി പോവാണ്. അമ്മ എവിടെ അമ്മേനെ തപ്പി പുറത്തേക്ക് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ റൂമിൽ കിടക്കുകയാണ്, ജേക്കു അങ്ങോട്ട് ചെല്ല് കണ്ടോ, നോക്കണം കണ്ടോ, പരതി നോക്കും. അപ്പം ഞാൻ പറഞ്ഞ അമ്മ റൂമിലുണ്ട് എന്ന് പറയുമ്പോൾ ആളത് പിന്നെയും തിരിച്ച് റൂമിലേക്ക് ഓടി ചെല്ലുവാണ്. അങ്ങനെ ജേക്കു ബേബി അമ്മേനെ കണ്ടു. അമ്മ അവിടെ കിടക്കുമായിരുന്നു. കോപ്രായങ്ങൾ കണ്ടോ ജേക്കു ബേബിയുടെ? ജേക്കു ബേബി മഞ്ചാടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ അമ്മ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ജേക്കു ബേബിക്ക് ഇങ്ങനെ കട്ട്ലേറ്റ് നമ്മൾ വെച്ച് കൊടുക്കണേക്കാട്ട് ആൾ തന്നെ പിടിച്ച് കഴിക്കും. അപ്പോൾ ചൂടുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഴവും കൊടുത്തായിരുന്നു, ഏത്തപ്പഴം. അപ്പോൾ കട്ട്ലേറ്റ് അങ്ങനെ ജേക്കു ബേബി കട്ട്ലേറ്റ് കുറച്ചൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളത് നേരെ നടക്കാനിറങ്ങി. ജേക്കുവിന് ഇങ്ങനെ നടക്കാൻ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഫുള്ളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പം മൂൺ കണ്ടിട്ട് അമ്മു മൂൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പുകമേമ്മ അവിടെ കൊതുകിനെ പുകയ്ക്കാൻ വേണ്ടിയിട്ട് കുന്തിരിക്കമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആളിങ്ങനെ നടന്നോളും. താറാവിനെ കാണാൻ പോവാണോ വെച്ച് പറ. ഹായ് ഗായ്സ് പറ, ഇവിടെ നോക്കി പറ. നമ്മൾ നടക്കാൻ പോണ വഴിക്ക് ഒരു താറാവ് ഒക്കെ നിൽക്കുന്ന ഒരു സ്പോട്ടുണ്ട്. അപ്പോൾ ജേക്കു അത് കാണുമ്പോൾ താറാവിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് താറാവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ടാരാബ്. അങ്ങനെ കുറച്ച് നടന്നൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സൈഡിലത്തെ ഗേറ്റിൽ കൂടി മേമനെ കണ്ടപ്പോൾ മേമ എന്ന് വിളിച്ച്, എന്നിട്ട് നമ്മൾ ആ റോട്ടിൽ കൂടി തന്നെ ആ ഗേറ്റിൽ കൂടി തന്നെ നമ്മളിതേ മേമയുടെ അടുത്തേക്ക് കയറി. പിന്നെ ജേക്കു ബേബി അവിടെ നിന്നു. ഞാൻ ജേക്കു ബേബിനെ അവിടെ ആക്കിയിട്ട് ഒന്ന് അകത്തേക്ക് കയറി, ഒന്ന് പുറത്ത് പോകണമായിരുന്നു. നമ്മൾ ജേക്കു ബേബി കുറുക്ക് പാപ്പൊക്കെ കഴിച്ചു. ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് പോവാണ് അല്ലേ ജേക്കു? ഷോപ്പിങ്ങിന് പോവാന്ന് പറ. ബൈ പറ. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമുക്കൊരു കല്യാണമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ പോത്തീസിൽ പോയി. അപ്പം എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ജേക്കുവിനോട് ഇതാരാന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ പോത്തീസൊക്കെ എത്തി. എല്ലാ ഡ്രസ്സൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കുറേ തപ്പി നമ്മൾ ലാസ്റ്റ് നമ്മുടെ ബ്ലാക്ക് ഡ്രസ്സിൽ തന്നെ നമ്മൾ തിരിച്ചെത്തി. ജേക്കു അവിടെ കളിയായിരുന്നു കേട്ടോ, എല്ലാവരും കൂടി. അങ്ങനെയൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവാണ്. ജേക്കുവിന് ഫ്രണ്ടിൽ ആ നടുക്കുള്ളത്തെ സീറ്റിലിരിക്കണം, അതാണ് ജേക്കുവിൻ്റെ മെയിൻ.
അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ജേക്കുതേ കുറച്ച് നേരം ടി വി കണ്ട് ഉറക്കം വരുന്നുണ്ടാക്ക്. ഒങ്ങാൻ പോവാണ് ഗായ്സ്. അങ്ങനെ ജേക്കു ബേബി പാപ്പു കുറിച്ച് ഉറങ്ങാൻ പോവാണ് ഗായ്സ്. ബൈ. എല്ലാവർക്കും. അങ്ങനെ നമ്മൾ ജേക്കു ബേബിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ജേക്കു ബേബിക്ക് പാപ്പുമൊക്കെ കൊടുത്ത് തൊട്ടിലേക്ക് കിടത്തി ഉറക്കി. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ജേക്കുവിൻ്റെ ഒരു ഡേ. ഇങ്ങനെയൊക്കെ തന്നെയാണ് മിക്ക ദിവസങ്ങളിലും ജേക്കുവിൻ്റെ ഡേ പോവാറ്. മെയിനായിട്ടും ആളിങ്ങനെ കളിച്ചുകൊണ്ട് നടക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം 11:45. ജേക്കു ബേബി ഇപ്പോഴാണ് ഉറങ്ങിയത്. പുറത്തൊക്കെ പോയി വന്ന് ആളെ ക്ഷീണിച്ച് ഇപ്പോൾ ദേ കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ സൈഡിലെ ബെൽ ബട്ടൺ ഒന്ന് അടച്ചു പൊട്ടിക്കുക. അപ്പോൾ ഇനിയും ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോസ് വരുന്നവരേക്കും ബൈ.